ഓം സദാകാരം ഭുജശൈലം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമനനയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവയരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പനാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ശ്രീമദ് ഭാഗവത ഭഗവത്ഗീതയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത്. 31-ാമത്തെ അധ്യായമാണ്. ഇതോടുകൂടി ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന ഒരു മഹത്തായ യജ്ഞം തന്നെ ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ഇത് വെറുമൊരു ഇന്ദ്രജാല പ്രദർശനമാണെന്ന് അറിയൂ. ഏത് പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ഭഗവാന്റെ ഒരു ഇന്ദ്രജാല പ്രകടനം മാത്രമാണ്. അതായത് ഇവിടെ പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല, ഒന്നും നിലനിൽക്കുന്നില്ല, ഒന്നും സംഹരിക്കപ്പെടുന്നുമില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഒരു നാടൻ വേഷം കെട്ടി കളി കഴിഞ്ഞ് വേഷം അഴിച്ചു മാറ്റുന്നത് പോലെ സംഭവിക്കുന്നു എന്ന് മാത്രം. വേഷം കെട്ടുന്നതിന് മുമ്പ് നടൻ മാത്രമേ വേഷം കെട്ടി കളിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നടൻ മാത്രമേ ഉള്ളൂ. കഥാപാത്രത്തിൻ്റെ ജീവിതവും ഒക്കെ വേഷം നടനിൽ ആരോപിക്കപ്പെടുന്ന വെറും തോന്നലുകൾ മാത്രമാണ്. വേഷം അഴിച്ചു മാറ്റാൻ അത് പൂർണ്ണമായിട്ട് തെളിയും. അഴിച്ചു മാറ്റിയാൽ അതിരിക്കട്ടെ, ഈ പ്രപഞ്ച നാടകത്തിലെ നടനാരാണ് യഥാർത്ഥത്തിൽ? അദ്ദേഹം വേഷം കെട്ടുന്നതിൻ്റെ ക്രമം എന്താണ്? പരമകാരണമായിരിക്കുന്ന അഖണ്ഡ ബോധ ബ്രഹ്മമാണ് ഈ പ്രപഞ്ച നാടകത്തിലെ നടൻ. പരമകാരണമായതുകൊണ്ട് തന്നെ ബ്രഹ്മം അജവും അമരവും നിർവികാരവുമാണെന്നറിയുക. അജവും അമരവും നിർവികാരവുമായിരിക്കുന്ന ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാകാനോ നിലനിർത്താനോ മറയാനോ സാധ്യമല്ല. പിന്നെ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രഹ്മം മായാശക്തി കൊണ്ട് നാമരൂപങ്ങൾ ഉൾപ്പെട്ട വേഷങ്ങൾ അണിയുന്നു. അങ്ങനെയാണ് പലതിൻ്റെയും തോന്നലുകളോ ഉളവാകുന്നത്. നാമരൂപ വേഷങ്ങളിൽ കഥാപാത്രങ്ങൾ എന്ന പോലെ ജീവാത്മാരൂപത്തിൽ കടന്നു നിലനിൽക്കുന്നു. അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളുടെ സ്ഥിതിയൊക്കെ ഇത് തന്നെയാണ്. അവയിലൊക്കെ ഉള്ളത് ബോധനടൻ മാത്രമാണ്. ആ ബോധത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഉദ്ധവോപദേശവും അല്ലെങ്കിൽ ഭഗവത്ഗീതയും അർജുനനെ നിമിത്തമാക്കിക്കൊണ്ടും ഉദ്ധവനെ നിമിത്തമാക്കിക്കൊണ്ടും പറഞ്ഞതൊക്കെ. പക്ഷേ എത്ര പ്രാവശ്യം ഈ ബോധം ഉണർത്താൻ ശ്രമിച്ച ആ വചനങ്ങൾ നമ്മൾ ഗ്രഹിക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യജന്മത്തിൽ മാത്രമേ അതിനുതകുന്ന ഗ്രാഫിക് പവറും മെമ്മറി പവറും ഉള്ളൂ. അത് പ്രായോഗികത്തിലേക്ക് എത്തിക്കേണ്ടതും മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ മാത്രമേ കർമ്മബന്ധനങ്ങൾ ഒടുങ്ങി ഈശ്വരനിലേക്ക് എത്താനും പറ്റുകയുള്ളൂ. ഇതും ഒരു ലീല തന്നെയാണ്. പക്ഷേ അത് മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ എതിർത്തേ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രയത്നിക്കുന്നവർ അനേകം പേരുണ്ട്. അതിൽ ജയിക്കുന്നവരെ മായ ജയിച്ച് ഭഗവാനിലേക്ക് എത്തുന്നവർ വരലിൽ എണ്ണാവുന്നവർ എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കുള്ളൂ. അപ്പം ഈ ഓരോ ജീവജാലങ്ങളുടെയും വലിയ ഗതിവിഗതികൾ നമ്മൾക്ക് ചുറ്റും നടക്കുന്നതൊക്കെ കണ്ടിട്ട് അതിൽ നമുക്ക് യഥാർത്ഥത്തിൽ ബോധം ജനിക്കണം. ബോധമില്ലെങ്കിൽ ഇത് ഉണ്ടെന്ന് തോന്നൽ വരെ ഇല്ല. ഞാനുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത് നമുക്ക് ബോധമുള്ളതാണ്. ബോധമില്ലെങ്കിൽ ഞാനുണ്ടെന്നുള്ള ബോധവുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ബോധ നടൻ മാത്രമാണ് ഇവിടെ പ്രകടമാകുന്നത്. ആ ബോധ നടനിൽ നാമരൂപ വേഷങ്ങൾ ഉണ്ടെന്ന് തോന്നി പല പല കഥാപാത്ര ഭ്രമങ്ങൾ നമുക്കുണ്ടാകുന്നു. നാമരൂപ വേഷങ്ങൾ അഴിച്ചു മാറ്റുന്നതോടെ സർവസ്ത്ര ഏകനായ ആ ബോധ നടൻ മാത്രമാണെന്ന് ബാക്കി നിൽക്കും. ദേവകീപുത്രനായിട്ട് ഭഗവാൻ അവതരിച്ച് കോലാഹലമായി ജീവിച്ചു 125 വയസ്സ് വരെ. ഒടുവിൽ ദേഹം വെടിഞ്ഞ് എന്ന തോന്നലിൻ്റെയും ഒക്കെ രഹസ്യം ഇങ്ങനെ തന്നെ. കൃഷ്ണൻ ജനിച്ചുമില്ല, ജീവിച്ചതുമില്ല, മരിച്ചതുമില്ല. ആരും ജനിക്കുന്നില്ല, ജീവിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ഇതാണ് വസ്തുത. ഈ വസ്തുതാബോധമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. സുഖമഹർഷി തുടർന്ന് പറഞ്ഞു, പരീക്ഷത്തെ യമൻ അപഹരിച്ചു കൊണ്ടുപോയ ഗുരുപുത്രനെ ഈ മർത്യദേഹവുമായി അവിടെ എത്തി തിരിച്ചു കൊണ്ടുവന്നു. ബ്രഹ്മാസ്ത്ര വന്ണിയിൽ ദഹിക്കാൻ പോയ നിന്നെ രക്ഷിച്ചു.
ബാണയുദ്ധത്തിൽ അന്തകാന്തകനായിരിക്കുന്ന ശിവനെ ജയിച്ചു. അങ്ങനെയെല്ലാം ഉള്ള കൃഷ്ണന് കാട്ടാളന്റെ അമ്പേറ്റ് മുറിഞ്ഞ സ്വദേഹത്തെ രക്ഷിക്കാൻ കഴിവില്ലെന്നാണോ അങ്ങ് കരുതുന്നത്? അങ്ങനെയൊക്കെ ആണെങ്കിലും ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിനുമൊക്കെ ഏകകാരനായിരിക്കുന്ന ഭഗവാൻ യദുകുലനാശത്തിന് ശേഷം ഈ ദേഹം നിലനിർത്താൻ ആഗ്രഹിച്ചതേ ഇല്ല. എന്തുകൊണ്ടാണോ? മനുഷ്യദേഹം പരമാത്മാ സ്വരൂപം പ്രാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അവിടെയാണ് നമ്മളെ മനസ്സിലാക്കി തരാനാണ് ഭഗവാൻ ശ്രമിച്ചത് എന്ന് വേണം കരുതാൻ. ഇക്കാര്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ദിവ്യമായിരിക്കുന്ന ഈ ദേഹത്യാഗം ശ്രദ്ധയോടെ ചിന്തിച്ചറിയുന്നവന് എങ്ങനെ സംഭവിച്ചു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ പരമപ്രാപ്തി അനായാസമായി ഭവിക്കും എന്നുകൂടി ഭഗവാൻ ഇവിടെ കാണിച്ചു തന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെയാണോ ഉദ്ദേശലക്ഷ്യം സാധിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് എന്ന് ഭഗവാൻ നമ്മളെ പ്രത്യക്ഷമായിട്ട് കാണിച്ചു തരികയാണ് ചെയ്തത്. ദാരുകനാകട്ടെ ദ്വാരകയിലെത്തി കണ്ണീരോടുകൂടി മണങ്ങി വിവരമെല്ലാം ദ്വാരകാവാസികളെ ധരിപ്പിച്ചു. കഥ കേട്ട് അവരെല്ലാം ശോകപരവശരായി ഭവിച്ചു. അവരെല്ലാം കൃഷ്ണ വിരഹാർത്തിയോടെ ബന്ധുക്കൾ പ്രാണൻ പോയി കിടക്കുന്നവരെ കാണാനായിട്ട് പ്രഭാസ തീരത്തേക്ക് പോയി. ആ സ്ഥലത്ത് പാഞ്ഞെത്തി ദേവകി, രോഹിണി, വസുദേവൻ എന്നിവരെല്ലാം കൃഷ്ണ രാമന്മാരെ കാണാത്ത ദുഃഖത്തിൽ കൃഷ്ണ മാർഗം തന്നെ പിന്തുടർന്നു. ഭഗവാന്റെ വിരഹം സഹിക്കാൻ കഴിയാതെ ബന്ധുജനങ്ങളെല്ലാം ചിതകുട്ടി അഗ്നിയിൽ ചാടി ദഹിച്ചു. കൃഷ്ണ ഭാര്യമാരെല്ലാവരും ചിതാഗ്നിയിലേക്ക് എരിഞ്ഞ ചാമ്പലായി. അപ്പോഴാണ് കൃഷ്ണനെ തേടി അർജുനൻ അവിടെ എത്തിയത്. കൃഷ്ണവിരഹ ദുഃഖം ഉള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും യുദ്ധകളത്തിൽ വെച്ച് കേട്ട കൃഷ്ണവചനങ്ങളുടെ താല്പര്യം അപ്പോൾ അനുഭവിച്ചറിഞ്ഞ് ശാന്തി കൈവരിച്ചു. അർജുനൻ എല്ലാവരുടെയും മരണാനന്തര ക്രിയകൾ വേണ്ടവണ്ണം ചെയ്യിപ്പിച്ചു. ദ്വാരക സമുദ്രത്തിൽ മുങ്ങി. എന്നാൽ കൃഷ്ണ ഗ്രഹം മാത്രം ബാക്കി നിന്നു. മധുസൂദനൻ സദാ മംഗളം പ്രദാനം ചെയ്തുകൊണ്ട് അവിടെ സന്നിധാനം ഇന്നും ചെയ്യുന്നു. അവശേഷിച്ച ഏതാനും കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. പരീക്ഷത്തെ ബന്ധുപദം കേട്ടറിഞ്ഞ നിന്റെ പിതാമഹൻ വംശാങ്കുരമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ രാജ്യഭാരം ഏൽപ്പിച്ച് മഹാപ്രസ്ഥാനം നിർവഹിച്ചു. ആരാണോ ദേവദേവനായിരിക്കുന്ന വിഷ്ണുവിന്റെ ഈ ജന്മവും കർമ്മവും ശ്രദ്ധയോടെ കേൾക്കുന്നത്, അവൻ എല്ലാ പാപങ്ങളും അകന്ന് സംസാര ദുഃഖത്തിൽ നിന്നും മോചിക്കപ്പെടും. ഇവിടെ നിന്നായാലും മറ്റൊരിടത്ത് നിന്നായാലും ഭഗവത് കഥകൾ കേട്ട് മനനം ചെയ്യുന്നവർക്ക് പരമഹംസ പദത്തിൽ എത്തിച്ചേരാനുള്ള പരാഭക്തി സാധ്യമായി തീരും. ഇത് തന്നെയാണ് ഗീതയിലെ 4-ാം അധ്യായത്തില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. 9-ാമത്തെ ശ്ലോകത്തിൽ അവതാര തത്വം പറയുമ്പോൾ ജന്മകർമ്മജവി ദിവ്യം ഏവം യോഗ്യത്തെ തത്വതാ തെക്വാദേഹം പുനർജന്മനീതി മാമേതി സ്വാർജുന. ആ ഒരൊറ്റ ശ്ലോകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ തന്നെ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന് പറയുന്ന ഈ മഹത്തായ യജ്ഞം 2-3 വർഷമായി തുടങ്ങിയിട്ട് അത് ഇപ്പൊ പൂർണ്ണതയിൽ അത് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടെ ഉദ്ധവോപദേശത്തിൽ ഉണ്ട്. അതും കൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 31 അധ്യായം കൂടെ വളരെ കട്ടികൂടിയ രീതിയിലാണ്. അത് കടിച്ചാൽ പൊട്ടാത്തതാണെന്ന് തന്നെ പറയാം. അതുപോലെ ബാലകൃഷ്ണൻ സാർ, ജി ബാലകൃഷ്ണൻ സാറാണ് അതിൻ്റെ രചന തന്നെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ നമുക്ക് ഉൾക്കൊള്ളാൻ തന്നെ കുറച്ച് വിഷമമാണ്. എന്നാലും എൻ്റെ ചിന്തയിൽ നിന്നും അത് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിച്ചത്, നിങ്ങൾ എപ്രകാരമാണ് കേട്ട് മനസ്സിലാക്കിയത് എന്നൊന്നും എനിക്ക് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യമായതാണ്. ആ കർമ്മം താത്വികമായിട്ട് ഏതൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നുവോ അത് മനസ്സിലാക്കിയാൽ മാത്രം പോലെ പലവട്ടം ഇതേപോലെ കേട്ട് നവമായിട്ട് കേട്ട് അത് അമൃതവാണി പോലെ ആസ്വദിച്ച് അതിൽ താല്പര്യത ഉണ്ടാകുമ്പോഴാണ് അത് ഗ്രഹിക്കാൻ സാധിക്കുക. അത് പൂർണ്ണമായിട്ട് ഗ്രഹിച്ചു കഴിയുമ്പം
പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം. വെറുതെ ഭഗവാന്റെ കഥ പഠിച്ചത് കൊണ്ടോ ഗ്രഹിച്ചത് കൊണ്ടോ മാത്രം നമുക്ക് മോക്ഷം കിട്ടുന്ന പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ ജന്മവും കർമ്മവും കൂടെ തിരിച്ചറിയണം. എന്നിട്ട് സ്വധർമ്മം നിധനം ശ്രേക പരധർമ്മോ ഭയാവഹ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള വചനങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് കണ്ടെത്തി, അത് കുറച്ച് ക്ലേശം നിറഞ്ഞതാണെങ്കിൽ വേണ്ടില്ല, അത് ചെയ്താൽ ശ്രേയസ് നേടാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആ സ്വധർമ്മം പ്രവൃത്തി മാർഗത്തിലല്ല, നിവർത്തി മാർഗത്തിൽ പ്രവർത്തിച്ച് കർമ്മബന്ധനങ്ങൾ ഇല്ലാതെ വരുത്താൻ ശ്രദ്ധിക്കണം. കർമ്മബന്ധനങ്ങൾ ഭക്തി മാർഗത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മളെ വീണ്ടും ജനിക്കാൻ ഇടവരും. നമ്മൾ ചിന്ത, വാക്ക്, പ്രവൃത്തി ഇതൊക്കെ കർമ്മബന്ധനത്തെ ഉണ്ടാക്കും. അതുണ്ടാക്കാതിരിക്കാനുള്ള മാർഗം ഗീതയിലും ഉദ്ധവോപദേശത്തിൽ അതേ ഉപദേശം തന്നെ ഉദ്ധവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഭാഗവത ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കമ്പയർ സ്റ്റഡിയാണ് നമ്മൾ നടത്തിയത്, ഭാഗവതവും ഭഗവത്ഗീതയിലും. അതിൽ ശരിക്കും അർജുനാണ് ഗീതയിൽ പറഞ്ഞു കൊടുത്ത നിമിത്തമായി മാറിയതെങ്കിൽ ഭാഗവതത്തിൽ ഉദ്ധവനാണ് നിമിത്തമായി മാറിയത്. അപ്പം അതില് പല സന്ദർഭങ്ങളിലും ഭഗവാൻ പറഞ്ഞത് അതേ വാക്കുകളല്ല എങ്കിൽ തന്നെയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്നു തന്നെയാണെന്ന് നമുക്ക് രണ്ടും കേട്ടാലേ മനസ്സിലാവുള്ളൂ. രണ്ടും കേട്ടിട്ട് രണ്ടും പഠിക്കണം, എന്നിട്ട് കമ്പയർ സ്റ്റഡി നടക്കണം. അപ്പോഴാണ് ഇത് തമ്മിലുള്ള താരതമ്യത, അല്ലെങ്കിൽ ഭാഗവത ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് കുറെയൊക്കെ ഇതും കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതാം. പക്ഷേ ആധ്യാത്മിക ശാസ്ത്രം എത്ര പഠിച്ചാലും എത്ര തന്നെ പഠിച്ചുകൊണ്ടിരുന്നാലും അതിനൊരു അവസാനമൊന്നുമില്ല. എന്ന് വരെ നമുക്ക് ജീവൻ മുക്തി ഭാവം കൈവരിക്കാൻ സാധിക്കുന്നില്ലയോ അന്ന് വരെ ഇതൊക്കെ ആവർത്തിച്ച് ശ്രവണം ചെയ്തുകൊള്ളുക. സത്സംഗത്തിലൂടെ ആയാലും സ്വയം പാരായണം ചെയ്തിട്ടും സാധ്യായനം ചെയ്തിട്ടും അതിന് യോഗ സാധനങ്ങളോ മാർഗത്രയങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗം സ്ഥിരമായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഒന്നുകിൽ ജ്ഞാനമാർഗം, ഇല്ലെങ്കിൽ യോഗമാർഗം, ഇല്ലെങ്കിൽ ഭക്തിമാർഗം. ജ്ഞാനയോഗമാർഗം, ഭക്തിമാർഗം, കർമ്മയോഗമാർഗം, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്തേ പറ്റും. അപ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ മൂന്നിൽ ഏത് ഫോളോ ചെയ്യുന്നവർക്കായാലും വേണ്ടില്ല, എത്തുന്നത് അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഈശ്വരപ്രാപ്തിയാണ്. അപ്പൊ ലക്ഷ്യം തീരുമാനിക്കുക, അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള ശാസ്ത്ര പ്രമാണമാണ് ഗീതയും ഭാഗവതവും. ഇതിൽ ഗീതാശാസ്ത്രമാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഡയറക്റ്റ് കഥകളൊന്നുമില്ല, നേരിട്ട് നമുക്ക് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ അതനുസരിക്കാൻ സാധിച്ചാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടോളും. അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിക്കാൻ ശ്രമിച്ചാൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും, പക്ഷെ കുറച്ചുകൂടെ ഡിലേ ആയിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു സ്വല്പം അഭ്യസ്യ കർമ്മസ്യ ത്രായതേ മൃത്യുഭയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മമാർഗത്തിൽ നമുക്ക് ശാസ്ത്രവിധി പ്രകാരം അല്പം മാത്രമായിട്ടുള്ള ആചരണം പോലും നമ്മളെ മഹത്തായ സ്ഥിതിയിലേക്ക് എത്തിച്ചു തരും. അപ്പം അതാണ് ശരിക്കും ഭഗവാന്റെ ജന്മവും കർമ്മവും അറിയുക എന്ന് പറഞ്ഞാൽ. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ദിവ്യമായ ജന്മമാണ്, നമ്മുടെയും ദിവ്യമായ ജന്മമാണ്. 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ച് മരിച്ച് അതിൽ ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും അഥവാ നേച്ചറും കൾച്ചറും ഏതാണ്ട് 50-50% ആയി നിൽക്കുന്ന ഒരു ജീവാത്മാവിനാണ് മനുഷ്യ ജന്മം കിട്ടുക. അപ്പൊ ദിവ്യമായ ജന്മമല്ലേ? എത്രയെത്ര കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ മനുഷ്യ ജന്മത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും അത് അധപ്പതിപ്പിച്ച് കളയാ, തിരിച്ച് പക്ഷിമൃഗാദികളുടെ ജന്മങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും വലിയ അധപ്പതൻ എന്ന് പറയുന്നത്. മനുഷ്യജന്മം കിട്ടിയിട്ട് മൃഗങ്ങളെ കൊന്നു തിന്ന് മൃഗതുല്യരായിട്ട് ജീവിച്ചാൽ വീണ്ടും പക്ഷി മൃഗാദികളുടെ ജന്മങ്ങളിലേക്ക് പോകാൻ ഇടവരും. കാരണം നമ്മുടെ ഈ DNA പരിശോധിച്ചാൽ ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളുടെയും DNA ഉണ്ടാവും, യാതൊരു സംശയമില്ല. അത് വിശകലനം ചെയ്ത് പഠിച്ചാൽ അതിൻ്റെയൊക്കെ ടെൻഡൻസി നമ്മുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ടാണ് ചിലർക്ക് ചില മൃഗങ്ങളോട് തന്നെ അറ്റാച്ച്മെന്റും മമതയും അതിനെ വളർത്താനുള്ള താല്പര്യവും അതിൻ്റെ പിന്നീട് മാറാതെ നടക്കുന്നതൊക്കെ ഈ ടെൻഡൻസി കിടക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇത് മാത്രമല്ല, മനുഷ്യനായിട്ട് ജനിച്ചാൽ തന്നെ 50% സ്ത്രീയുടെ ടെൻഡൻസിയും പുരുഷനിൽ സ്ത്രീയുടെ ടെൻഡൻസിയും സ്ത്രീകളിൽ പുരുഷന്റെ ടെൻഡൻസിയും 50-50% ഉണ്ടാവും. അപ്പം മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ ചിലപ്പോൾ സ്ത്രീയായിട്ട് ജനിക്കും, സ്ത്രീയിൽ നിന്ന് പുരുഷനായിട്ട് ജനിക്കും. ഇങ്ങനെ പല പല ജന്മങ്ങളിലൂടെ മനുഷ്യജന്മത്തിൽ തന്നെ ചുറ്റിത്തിരിയാനിട വരും.
അപ്പൊ ഈ സംസാര ബന്ധനം അത്ര സാഗരമാണ്. അതിൽ നിന്ന് എന്തൊക്കെയാ സംഭവിക്കാൻ മായയിൽപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതിൽ വാസന ബലം ഉണ്ടാക്കി അതനുസരിച്ച് വീണ്ടും ജനിക്കാനാണ് വരും. അപ്പൊ ഭഗവാന്റെ ജന്മവും കർമ്മവും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗവതോ ഗീതയൊക്കെ തലക്കി വെച്ച് കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതേപ്പറ്റി പ്രാക്ടിക്കൽ തലത്തിൽ നമ്മുടെ കർമ്മത്തിൽ ശുദ്ധി വരുത്തണം. നമ്മുടെ കർമ്മങ്ങളെ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിച്ച് സർവധർമാൻ പരിത്യജമാമേകം ശരണം പ്രജാഹം സർവവാപി മോക്ഷേഷാമിമാസുജ എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താണെന്ന് തന്ത്രം. ഗീത ആരംഭിക്കുന്നത് ധർമ്മം എന്ന വാക്കിലാണ്, അവസാനിക്കുന്നത് മമ എന്ന വാക്കിലാണ്. ഞാൻ തിരിച്ചിട്ടാൽ മമധർമ്മം എന്നാ വരിക. എൻ്റെ ധർമ്മം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതും അത് ഇതേപടി ശാസ്ത്രവിധി പ്രകാരം അനുസരിച്ച് ശുദ്ധി നേടി മോക്ഷമാർഗത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് ഗീത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെ കുറച്ച് കഥാരൂപത്തിലൂടെയാണെങ്കിലും ഭാഗവതത്തിലും പറഞ്ഞു തരുന്നത്. പ്രത്യക്ഷ ഭാഗവതം എന്നാണ് പറയുക. ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ്. അപ്പം അതിലാണെങ്കിലും ഭഗവാൻ 125 വയസ്സ് വരെ ജീവിച്ച് ആ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതൊക്കെ എങ്ങനെയാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, അതിൻ്റെ കാര്യകാരണ വിശദീകരണമാണ് ഈ 31 അധ്യായത്തിലൂടെ ഉദ്ധവോപദേശത്തിൻ്റെ അവധൂത ഗീതയായിട്ടും ഹംസഗീതയായിട്ടും ഇളഗീതയായിട്ടും ഒക്കെ നമുക്ക് പല തരത്തിൽ അത് മനസ്സിലാക്കി തരാൻ, കഥാരൂപത്തിലൊക്കെ പറഞ്ഞു തരാൻ ഭഗവാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കേരളത്തിൽ തന്നെ ഒരു വർഷം തന്നെ 8000-ഓളം സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് അവരവരുടെ ജന്മവും കർമ്മവും തിരിച്ചറിഞ്ഞ് മുക്തി നേടിയവര്, ജീവൻ മുക്തഭാവത്തിൽ എത്തിയവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ പറഞ്ഞതുപോലെ മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ സിദ്ധാനം കൽപ്പിന്നാമേതി തത്വ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനേകായിരം മനുഷ്യനിൽ എന്നെ യഥാർത്ഥത്തിൽ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ പലരുണ്ടാകാം. അതിൽ പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ 1-2 പേരായിരിക്കും എൻ്റെ അടുത്തേക്ക് വരാൻ യോഗ്യത നേടുന്നത്. അർഹത എല്ലാവർക്കും ഉണ്ട്. യോഗ്യത നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് കിടക്കുക. പറയാൻ എളുപ്പമാണ്, പറഞ്ഞ് കേൾക്കാൻ എളുപ്പമാണ്. പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക. അപ്പം അതുകൊണ്ട് അത് മാർഗം നമുക്ക് 18 പുരാണത്തിലും പറയുന്നുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്, ഭാഗവതം പറയുന്നുണ്ട്, നാരായണൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വായനശാല തന്നെ നമ്മുടെ പക്കലുണ്ട്. എന്നിട്ടും രമണ മഹർഷി പറഞ്ഞ പോലെ ഈ അതിസുലഭം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് നമ്മൾ ഈ തിരഞ്ഞു നടക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തഭാവം അനുഭവിച്ചറിയാനുള്ള എല്ലാ സിലബസും ഈ പറയുന്ന ഭാരതവർഷത്തിൽ പൂർവികർ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്രയം തന്നെയുണ്ട്. ഇതിൽ ഏത് മാർഗം സ്വീകരിച്ചാലും നമുക്ക് അങ്ങോട്ടെത്താം. അപ്പൊ ലക്ഷ്യം തീരുമാനിക്കുക, അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക, അതിൽ നിന്ന് പഞ്ചവിധ ക്ലേശങ്ങൾ മുഖേന പലവിധ ക്ലേശങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെ അതിക്രമിക്കണം. അതിനെയും കൂടെ അതിക്രമിക്കുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം നമ്മുടെ ഉള്ളിലുള്ളത് മറ നീക്കി പുറത്തു വരും. ആ മറ നീക്കി പുറത്തു വന്നാലും അതിൻ്റെ ഉപയോഗക്രമം എത്രമാത്രം സ്പഷ്ടമാണ് അത് തിരിച്ചറിയുന്നതനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപ കൂടി നമുക്ക് ലഭിക്കുമ്പോഴാണ് ജീവൻ മുക്തഭാവത്തിലേക്ക് നമ്മൾ എത്തുക. ആ ജീവൻ മുക്തഭാവം ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. ജീവൻ മുക്തി പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരു പദവിയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ആ പരമാത്മാവിലേക്ക് എത്തിച്ചേർന്ന് വിലയം പ്രാപിച്ചാൽ പിന്നെ ജനനവും മരണവും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ അതിന് മുമ്പുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ അനുഭവിച്ച് ആ വാസനാബലത്താൽ ശരീരം ത്യജിച്ചാലേ അങ്ങോട്ട് പോകും. മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാസനാബലം എന്താണോ അതനുസരിച്ചായിരിക്കും അടുത്ത ജന്മം. അപ്പൊ ജീവൻ മുക്ത ഭാവം വാസനാബലമായി പരിണമിച്ചാൽ അടുത്ത ജന്മത്തിൽ ജീവൻ മുക്തി നേടി ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് അനുഭവിച്ച് അതിൽ ശ്രേഷ്ഠത എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആൾക്ക് ശരീരം ത്യജിക്കേണ്ട സമയം വന്നാൽ ത്യജിക്കപ്പെടും. അവര് ജീവൻ മുക്ത ഭാവത്തിലാണെങ്കിൽ ആ ആത്മബലത്തിൽ അഥവാ ആ വാസനാബലത്തിലാണ് ശരീരം ത്യജിക്കുന്നതെങ്കിൽ അവർ സംശയലേശമെന്നേ ആ ഭഗവത് പാദത്തിൽ ചേരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള മാർഗദർശനങ്ങളാണ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഭഗവാൻ തത്വോപദേശം നടന്നത്.
അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന ഒരു മഹത്തായ യജ്ഞത്തിന് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഇതേ സംഗതി തന്നെ ഞാൻ ഒരു സപ്താഹമായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ ചെയ്തിരുന്നു. കുറേ പേരൊക്കെ അത് അറ്റൻഡ് ചെയ്തതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാകാം. എന്തായാലും ഇത് പല പ്രാവശ്യം കേട്ട് ശ്രവണത്തിലൂടെ തന്നെ നമ്മുടെ ബുദ്ധിയിൽ ഭഗവാൻ പ്രതിഷ്ഠിക്കപ്പെടണം. അപ്പോഴാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തിയാൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മബന്ധനങ്ങളെ തിരിച്ചറിയും. ആ കർമ്മത്തെ ശുദ്ധി വരുത്തി സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഈ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന ഒരു മഹത്തായ യജ്ഞം നമ്മൾ ഇവിടെ ഭഗവാന്റെ ഗുരുവായൂർ തന്നെയാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഗുരുവായൂരിപ്പോൾ ഗീതാ സപ്താഹമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ തന്നെയുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുചരണങ്ങളിൽ തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന ഈ ഒരു മഹത്തായ യജ്ഞം സമർപ്പിക്കാനുള്ള അവസരവും വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടും ഇത് പല പ്രാവശ്യം കേട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അത് കേട്ട് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥതലത്തെ യുക്തിവിചാരം ചെയ്ത് ലക്ഷ്യം തീരുമാനിച്ച് അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ശാസ്ത്രത്തെ അനുസരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഗതിവിഗതികളെല്ലാം അനുഭവിച്ച് അതിനെ ഓവർകം ചെയ്ത് സഹകാരി കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ച് അത് ശുദ്ധി വരുത്തുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക. ഭഗവാൻ പ്രാപ്തിക്കുതകുന്ന ആ ജ്ഞാനദൃഷ്ടി തുറന്നു തരിക. ആ ജ്ഞാനം കിട്ടിയാലോ അതിനെ വേണ്ട വിധത്തിൽ അത് ശാസ്ത്ര വ്യവസ്ഥ ശാസ്ത്രവിധി പ്രകാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ എപ്പോൾ ഭഗവാന് നമ്മളോട് അനുകമ്പ തോന്നുന്നോ കൃപ തോന്നുന്നോ അപ്പോഴാണ് നമുക്ക് ജീവൻ മുക്തി ഭാവം പ്രദാനം ചെയ്യുക. ആ ജീവൻ മുക്തി ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേഹത്തെ ത്യജിച്ചാൽ ഇനി ഒരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് സാധിക്കട്ടെ. നല്ല ബുദ്ധിയും ശക്തിയും നമുക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളെ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന ഈ മഹത്തായ യജ്ഞത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇത്രയും കാലം ക്ഷമയോടുകൂടി എല്ലാ കഥാഭാഗങ്ങളും ശ്രദ്ധിച്ച് കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത നയന മാർഗേണ മഹിമഹിസാഗോ ബ്രാഹ്മണേ വിഷുഭോസ്തൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.